ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ അടിപൊളി ഒരു അവൽ പായസം വെച്ചാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് വറുത്തെടുക്കാം. അവൽ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. ഇനി അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന അവൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതങ്ങ് ഫ്രൈ ഒന്നും ആകണ്ട, നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയേച്ചാൽ മതി. നമ്മുടെ അവലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനുള്ള ശർക്കരപ്പാനിയും കൂടി തയ്യാറാക്കിയെടുക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഏലക്ക ചേർന്ന ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതൊന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് പാനിയാക്കിയെടുക്കാം. ശർക്കര പാനിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതൊന്ന് പാനിയാക്കിയെടുക്കാം. ഞാൻ ഈ പായസം തേങ്ങാപ്പാൽ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ശർക്കര പാനി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങയെല്ലാം ഞാനിവിടെ പിഴിഞ്ഞെടുത്തു. ഇതിൻ്റെ 1-ാം പാൽ അല്ലെങ്കിൽ തലപ്പാൽ, 2-ാം പാൽ, 3-ാം പാൽ, ഇങ്ങനെ 3 പാലായിട്ടാണ് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി ആയോ എന്നൊന്ന് നോക്കാം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോൾ കണ്ടോ, എണ്ണ ഒഴിക്കുന്നത് പോലാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന അവൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന അവൽ നല്ല ഹെൽത്തിയാണ്, വെള്ള അവലിനേക്കാളും. ഹെൽത്തിയാണെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. ഇതുകൊണ്ട് പായസമൊക്കെ വെച്ചാൽ നല്ല രുചിയാണ് കഴിക്കാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അവലൊന്ന് വരട്ടിയെടുക്കാം. എങ്കിലേ ആ ശർക്കരയുടെ മധുരം അവലെ പിടിക്കത്തുള്ളൂ. ഇവിടെ ശർക്കരയുടെ വെള്ളമൊക്കെ പറ്റി അവലെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലിൽ കിടന്ന് വേണം അവൽ വേകാനായിട്ട്. അവൽ വേകുമ്പോഴത്തേക്ക് പായസത്തിൽ ചേർക്കാനുള്ള നട്ട്സും കിസ്മിസും എല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് കൊച്ചായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഈ നെയ്ക്കകത്തൊന്ന് വറുത്ത് കോരിയെടുക്കാം. കാഷ്യൂ നട്ടിൻ്റെയും കളറൊക്കെ മാറി, അതും മൂത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് കോരി മാറ്റാം. ഇനിയും കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന റൈസിൻസ് കൂടി ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. റൈസിൻസ് എല്ലാം ഇവിടെ മൂത്തു കണ്ടോ, എല്ലാം നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് നമ്മുടെ 3-ാം പാൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന അവൽ എന്തുവായെന്നൊന്ന് നോക്കാം. പാലൊക്കെ പറ്റി അവലും ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2-ാം പാലിൽ കിടന്ന് അവൽ ബാക്കി കൂടി വേകട്ടെ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ ചേർത്ത് ഈ പായസം ഉണ്ടാക്കാം. എങ്കിലും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അവൽ ഈ പാലിൽ കിടന്ന് വേണം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് വെന്തു. അവലെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന തലപ്പാൽ അല്ലെങ്കിൽ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ഞാൻ പകുതിയാണ് ചേർക്കുന്നത് ആദ്യമേ. തലപ്പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഈ പാത്രത്തിൽ ഇത്ര ഉള്ളത് കൊണ്ടാണ് ഞാൻ പകുതി തലപ്പാൽ ആദ്യം ചേർത്തത്. എനിക്കിന്ന് 3-4 ഗസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയിരിക്കുന്നത്.
ബാക്കി പാലൂടെ ഞാൻ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, നല്ലതുപോലെ ചൂടായി കിട്ടിയേച്ചാൽ മതി. ഇനിയും ഇതിലേക്ക് ചുക്കും ജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര ചേർത്തുണ്ടാക്കുന്ന എല്ലാ ഐറ്റത്തിനും അല്പം ചുക്ക് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. അതിനോട് താല്പര്യമില്ലാത്തവർ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയും 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ശുദ്ധമായ പശുവിൻ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണിത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി പായസമാണിത്. ഏറ്റവും അവസാനമായിട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും തേങ്ങാക്കൊത്തും എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. പായസം നന്നായിട്ട് ചൂടായിട്ടുമുണ്ട്. ഇതിനിയും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. കണ്ടോ, ആവി വരുന്നുണ്ട്, അത് മതി. അപ്പോൾ നമ്മുടെ അടിപൊളി അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.